സ്പൈസ് ആൻഡ് നട്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ബീഫ് കറിയുടെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും മുസ്ലിം വിവാഹങ്ങളിലെല്ലാം പണ്ടുണ്ടായിരുന്ന ഒരു അമേസിംഗ് കോമ്പിനേഷനെ പറ്റിയിട്ട്, ബീഫ് കറിയും അതേപോലെ തന്നെ പരിപ്പും ചേർത്തൊരു കോമ്പിനേഷനെ പറ്റി പറഞ്ഞിരുന്നു. അങ്ങനെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ പരിപ്പ് കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 1/2 കപ്പ് സാധാ തൂവര പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് വേവിക്കാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. തേങ്ങ പേസ്റ്റ് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചിരവിയ തേങ്ങ, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ പെരുംജീരകം, 2 ഉണക്കമുളക്, 5 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 2 വെളുത്തുള്ളി. ഇനി ഇത് കടുക് പൊട്ടിക്കാനായിട്ട് 1/2 ടീസ്പൂൺ കടുക്, 4-5 ചുവന്നുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തത്, 1 ഉണക്കമുളക് കട്ട് ചെയ്തത്, 1 തണ്ട് കറിവേപ്പില. കോക്കനട്ട് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തേങ്ങ വറുക്കുവാനും അതേപോലെ തന്നെ കടുക് പൊട്ടിക്കുവാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പരിപ്പ് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 കപ്പ് വെള്ളവും ചേർത്ത് വേവിച്ച് ഉടച്ചെടുക്കണം. കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് വയ്ക്കുക. വെള്ളം ചേർത്ത ശേഷം കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വിസിൽ വന്ന ശേഷം ഇച്ചിരി സെറ്റിലായിട്ട് അത് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം. മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നാൽ അതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ഉള്ളിയും ഉണക്കമുളകും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി തേങ്ങ നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അടുപ്പത്ത് വെച്ച് തേങ്ങ അത്യാവശ്യം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അടുപ്പത്ത് തേങ്ങ വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗം അടിഭാഗം മാത്രം കത്തിപ്പോവും. ഒരുപാട് കരിയാൻ കാത്തു നിൽക്കുകയും ചെയ്യരുത്. അത്യാവശ്യം കളർ മാറി ഇതേപോലെ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ നേരെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇത് ചൂടാറ്റാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറിയ ശേഷം മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് അല്ലെങ്കിൽ ചട്നി എല്ലാം അരയ്ക്കുന്ന ജാറിലേക്ക് ഇത് മാറ്റിയിട്ട് ആവശ്യമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. വീണ്ടും ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നാൽ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില, ഉള്ളി, ഉണക്കമുളക് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉള്ളിയെല്ലാം ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഉള്ളിയുടെ കളർ മാറി വന്നിട്ടുണ്ട്. ഏകദേശം ഇതേ പരുവത്തിൽ നമ്മൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം 1 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. ഇത് ഓൾറെഡി നമ്മൾ വറുത്തതായതുകൊണ്ട് കാര്യമായിട്ട് പച്ചമണമൊന്നും ഉണ്ടാവില്ല. എന്നാലും 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച് ഒന്ന് ഉടച്ചു വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 3-4 മിനിറ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഈ സമയത്ത് ഓൾറെഡി നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇനി കുറവാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന നെയ്ച്ചോറിന്റെയും ബീഫിന്റെയും കൂടെ കഴിക്കുന്ന കോമ്പിനേഷന് പറ്റിയ പരിപ്പേറി പോലത്തെ പരിപ്പേറിയാണ്. നെയ്ച്ചോറിന്റെയും ബീഫിന്റെയും കൂടെ എല്ലാം നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണിത്. നെയ്ച്ചോറിന്റെ ബീഫിന്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെ എല്ലാം ഇത് കഴിക്കാൻ പറ്റും. ചെറിയൊരു മധുരത്തിന്റെ ഒക്കെ ഒരു ചെറിയൊരു സ്വീറ്റ് ഫ്ലേവറുള്ള, അതേപോലെ നല്ല തേങ്ങ അരച്ച് നല്ല ടേസ്റ്റി ആയിട്ട് പരിപ്പറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കാർക്കും എല്ലാം ഇത് അയച്ചു കൊടുക്കുക. ഇതേപോലത്തെ നല്ല വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മറ്റൊരു വിഭവവും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.